സ്പെഷ്യൽ ഡേ ആണ്, ഒരു ബിഗ് ഡേ. Of Leah and Manu. ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ സാരി നോക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനാണ്, കുറേ ഐഡിയകൾ, 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സാരി തന്നെയാണ് എൻഗേജ്മെൻറ്റിന് ഇടുന്നതെന്നാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തേക്കുന്നത്. നോക്കാം, അവിടെ 2-3 സ്ഥലത്ത് നോക്കിയിട്ട് അത് കാണുമ്പോൾ ചിലപ്പോൾ ഇന്ന് വാങ്ങിക്കും, ചിലപ്പോൾ ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് പോലെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഷോപ്പിംഗ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഷീമാട്ടി ആയിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് ഇവിടുത്തെ മാട്ടി കഫേന്ന് കോഫി കുടിക്കും. നല്ല ചൂട് ഫിൽറ്റർ കോഫിയാണ്. കൈ കൊടുക്കും, കുറച്ച് ചൂട് ആറ്റിയിട്ട് കുടിക്കാം. അവിടുത്തെ ഒരു റൗണ്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ജയലക്ഷ്മിയിലേക്കാണ്. അവിടെ എൻഗേജ്മെൻറ്റിൻ്റെ സാരി നോക്കാനായിട്ട് പോയതാണ്. സോ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, പലതും ഉടുപ്പിച്ച് നോക്കി. എന്നിട്ട് ലാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഒണിയൻ റെഡ് കളറിലെ ഈ ഒരു സാരിയാണ്. ഞാനൊരു കുറച്ച് ട്രഡീഷണൽ ലുക്കാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അരപ്പട്ട വേണമായിരുന്നു, സാരി ബെൽറ്റ്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാണുമ്പോൾ എനിക്ക് മനസ്സിലത്തായുള്ള ശോഭന മറ്റേ ഓർണമെൻറ്റ്സ് എടുത്ത് കാണിക്കുന്ന ആ ഒരു സീനാണ് ഓർമ്മ. ഗേൾസ് ഷോപ്പിംഗ് കുറച്ചൊന്ന് ഒതുക്കിയിട്ട് പിന്നെ ഞങ്ങൾ ബോയ്സ് ഷോപ്പിങ്ങിലേക്ക് പോയി. സോ എൻ്റെ അനിയനും അച്ഛനൊക്കെ ഷർട്ട് എടുക്കാനൊക്കെ മെറ്റീരിയൽ എടുക്കാനൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയി. ഞങ്ങളിത് അടുത്ത സ്ഥലത്തെത്തി. ഇത് ബോംബെ ഷർട്ട് കമ്പനി എന്ന് പറഞ്ഞൊരു സ്ഥലം. ആക്ച്വലി പെൺപിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ ഇത്രയും പാടില്ലെന്ന് തോന്നുന്നില്ലേ. ഷോപ്പിംഗ് ചെയ്ത് തളർന്ന് വലഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ലഞ്ച് ബ്രേക്ക് എടുത്തു. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് സെൻട്രൽ സ്ക്വയർ മോളിലെത്തി. ഷെഫ് പിള്ളേരുടെ യുണൈറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. ഡേ 2 ഷോപ്പിംഗ് ഇവിടെയും അവസാനിച്ചിട്ടില്ല. സോ ഇനി നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് മരിയയ്ക്കുള്ള മെറ്റീരിയൽ എടുക്കാനായിട്ട്. സോ മരിയ ഒരു ലെഹങ്കയാണ് എടുക്കുന്നത്. ആ കാണുന്ന ബ്ലൂ ഉണ്ടല്ലോ, നേവി ബ്ലൂ, അതാണ് ഞങ്ങളുടെ ഒരു ഡ്രസ് കോഡായിട്ട് ഞങ്ങൾ ഫിക്സ് ചെയ്തത്. സോ ആ കളറിലുള്ള ഷോളിനും സ്കേർട്ടിനൊക്കെ വേണ്ട മെറ്റീരിയൽസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മീൽസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ മീൽസിൻ്റെ കൂടെ 3 ടൈപ്പ് ഓഫ് റൈസാണ് തന്നേക്കുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു ചിക്കൻ കറി കൂടി പറഞ്ഞത്. ഡേ 3 ലാസ്റ്റ് ഡേ ഓഫ് ഷോപ്പിംഗ് ഫോർ എൻഗേജ്മെൻറ്റ്. ഗോൾഡും ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കാൻ പോയതാണ്. സോ ഇത് ജോയാൽക്കാസിലാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ എൻ്റെ കമ്മലും മാലയും വളയൊക്കെ ഷോപ്പ് ചെയ്തത്. പരിപാടിയുടെ 2 ദിവസം മുന്നേ എൻ്റെ ഫ്രണ്ട്സ് ട്രിവാൻഡ്രത്ത് നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയ സമയത്തെടുത്ത റീലാണിത്. എൻ്റെ ഷോർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ വീഡിയോ കാണാം. സോ ഇതാണ് അവർ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി. ഇല്ലം ഹെറിറ്റേജ് എന്നാണ് പേര്. ഇതൊരു പക്ക ഇല്ലമായിരുന്നു. ആ ഒരു ഇല്ലത്തിന് അവർ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഹോം സ്റ്റേ പോലെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ അകത്ത് കുറേ പഴയ പുരാതന വസ്തുക്കളുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സും എൻ്റെ
അതിൻ്റെ വീഡിയോയും എൻ്റെ ഷോർട്സിൽ നോക്കിയാൽ കിട്ടും. കുറേ പഴയ മ്യൂസിക് ഇൻസ്ട്രുമെൻസും പണ്ടത്തെ കുറേ സംഭവങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് ഏത് ദിവസം എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് പോകുന്നത് മേക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിലേക്കാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ കാണിച്ചു. ചെറിയൊരു ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ എത്തിയിട്ട് കാണിക്കാം. ഡാർക്ക് സർക്കിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ തപ്പി കണ്ടുപിടിച്ചതാണ് ഈ അണ്ടർ ഐ പാഡ്സ് എന്ന് പറഞ്ഞത്. ഗുണം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ ഒരു മനസ്സന്തോഷത്തിന് വേണ്ടി ഇട്ടതാണ്. പ്രത്യേകിച്ചൊരു ആവശ്യമില്ല, എന്നാലും ടെൻഷനുണ്ട് പെട്ടെന്ന്. അത് കാരണം എനിക്ക് വിശപ്പ് ഇല്ല, ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഒന്നും കഴിക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കണ്ടപ്പോൾ വെറുതെ വാങ്ങിച്ചതേ ഉള്ളൂ. ഒരു പ്രോട്ടീൻ ബാറാണ്. എല്ലാവരും ഇങ്ങനെ ഓടി നടക്കും ഓരോരോ കാര്യങ്ങളായിട്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇറങ്ങണം, നമ്മൾ പാർലറിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് റെഡിയാകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി, അതായത് നമ്മുടെ പാർലറിലെത്തി. എൻ്റെ മേക്കപ്പും ഹെയറൊക്കെ ചെയ്തത് അനീസ് അൻസാരി മേക്കപ്പ് സ്റ്റുഡിയോയിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ലുക്ക് തന്നെ കിട്ടി. അധികം ഓവറില്ലാതെ കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പും കുറച്ചൊരു ട്രഡീഷണൽ ടച്ച് വരുന്നൊരു ഹെയർ സ്റ്റൈലും സാരിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാരിയൊക്കെ ചെറുതായിട്ട് കഴിഞ്ഞ് വന്നു, അതെൻ്റെ കയ്യിലിരിപ്പ് കാരണം. പക്ഷേ ഫസ്റ്റ് ഉടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് കുറേ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. എൻ്റെ റെഡി ആയതിനു ശേഷം മൈരിയയ്ക്ക് ഹെയർ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ അവളുടെ ഹെയർ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സ്റ്റുഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല നല്ല ലൊക്കേഷനുകളാണ്. ഓരോ മതിലും ഓരോ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു സ്പോട്ടാണ്. ഭയങ്കര രസമാണ് ഓരോ പോയിന്റുകൾ സ്ഥലങ്ങളിൽ നോക്കാൻ. ഞാനിങ്ങനെ ഒരു ആലിസ് ഇൻ വണ്ടർലാൻഡ് പോലെയായിരുന്നു അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന. ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുശാലായി. അവർക്ക് ഇഷ്ടം പോലെ ഐഡിയാസ് കിട്ടും, ഇഷ്ടംപോലെ ലൊക്കേഷൻസ് ഉണ്ട്, സ്പോട്ട്സ് ഉണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. നമുക്ക് എന്ത് ഭംഗിയായിരുന്നു എന്നറിയ സ്ഥലം. അവിടെ ഞാൻ കണ്ണാടിയിൽ എന്നെ തന്നെ കണ്ടൊന്ന് ആസ്വദിച്ച് നിന്ന് പോയതാണ്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ മേക്കപ്പും ഹെയറും. അതുപോലെ തന്നെ ഈ സ്റ്റുഡിയോയിലെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒന്നാണ്. ഇതാ സ്റ്റുഡിയോൻ്റെ പുറത്തുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഹൈലൈറ്റ്സ് വെഡ്ഡിങ് കമ്പനിയാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് ഫോട്ടോഗ്രാഫിയും വീഡിയോ ഒക്കെ എടുത്തത്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കുറേ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് അവരെടുത്ത് തന്നിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ നിന്ന് പിന്നെ വീട്ടിലെത്തിയിട്ട് അവിടെ ചെറിയൊരു പ്രെയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രെയറൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫാമിലി എല്ലാം കൂടിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ലൊക്കേഷനിലെത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പിന്നെ വണ്ടി കയറി ഞങ്ങളുടെ ചേർച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. ചർച്ചിൽ എത്തിയപ്പോഴേക്കും അവിടെ കുറച്ച് ആൾക്കാർ, ഞങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും റിലേറ്റീവ്സും നെയ്ബേഴ്സൊക്കെ കുറച്ച് പേര് എത്തിക്കഴിഞ്ഞു ഓൾറെഡി. പിന്നെ കുറേ ആൾക്കാർ പള്ളിയുടെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ആയത് കാരണം കുർബാനയൊന്നും ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു പ്രയർ സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പെട്ടെന്ന് തീർന്നു. ഹാളിലെത്തിയപ്പോൾ ഒരു സർപ്രൈസ് വെൽക്കമിങ് ആയിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ഡാൻസ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ഇതെൻ്റെ അനിയൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ. ഈ ആങ്കർ ചെയ്യുന്നത് എൻ്റെ കൊളീഗാണ് ഷെജീന. താങ്ക് യു ഷെജീന. ഷെജീന നല്ല സൂപ്പറായിട്ട് പ്രോഗ്രാം ഫുൾ ഹാൻഡിൽ ചെയ്തിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു
ചെറിയൊരു പ്രയർ സർവീസ് ആയിരുന്നു. അത് മരിയായിരുന്നു പ്രയർ പറഞ്ഞത്. ഇതും ഒരു സർപ്രൈസ് ഡാൻസ് ആയിരുന്നു. ഞാൻ അറിയാതെ ഇവർ ബാംഗ്ലൂരിൽ വെച്ച് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തതായിരുന്നു. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഡാൻസ് ചെയ്യാൻ തോന്നിപ്പോയി. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സർപ്രൈസ് ആയിട്ട് എൻ്റെ അനിയനും അനിയത്തിയും കൂടി സ്റ്റേജിൽ കയറി വന്നത്. ഞാൻ അന്താളിച്ച് പോയെന്ന് പറയില്ല, ഞാൻ ഷോക്ക്ഡായിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇവരിങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തെന്ന്. ആദ്യമായിട്ടാണ് ഞാൻ അവർ രണ്ടുപേരും ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണുന്നത്. ഞാൻ മാത്രമായിട്ടോ, എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ. സോ എല്ലാവർക്കും അതൊരു ടോട്ടൽ സർപ്രൈസ് തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ വന്നു. നമ്മൾ പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു, പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് ഫുഡ് അടി. ഞാൻ ഫോട്ടോയും ക്യാമറ ഒന്നും നോക്കിയില്ല, ഫുഡിൽ മാത്രമായിരുന്നു കോൺസെൻട്രേഷൻ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. സോ ചെക്കനും ചെക്കൻ്റെ വീട്ടുകാരും വരും. അതൊരു ചടങ്ങ് പോലെയായിരുന്നു. അപ്പോൾ മനസ്സമ്മതൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലെത്തി. നല്ല ടയർഡാണ്, ചിരിച്ച് ഇവിടെയൊക്കെ വേദന എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം അഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് എന്തൊരു സമാധാനം. ഡ്രസ്സൊക്കെ ഒരു ഡ്രസ്സ് വരാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലപോലെ പിന്നുകളൊക്കെ ഉണ്ടായിരുന്നു. മുടിയാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. ഇപ്പം മുടിയുടെ ഇപ്പോൾ അവസ്ഥ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ കൈ കയറുന്നില്ല, കൈ ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഫുൾ സ്ലൈഡൊക്കെ ഊരിയിട്ട് ഒരുവിധം കെട്ടി ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വെച്ചേക്കാണ്. കാരണം സ്പ്രേ അടിച്ചിട്ട് മുടി ഫുൾ സ്പ്രേ ചെയ്ത് കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ ആയിരുന്നു. അപ്പോൾ മറ്റേ ചകിരി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ എണ്ണയിലൊക്കെ കുളിപ്പിച്ച് ഷാമ്പൂ ഇട്ടാണ് ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. പിന്നെ ഉള്ളത് മേക്കപ്പാണ്. മേക്കപ്പ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ മേക്കപ്പ്. ഇത് ലൈറ്റിൻ്റെ ആണ് കേട്ടോ ബാത്റൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൈറ്റ് കൊണ്ടാണ് ഇത്ര നോക്കുന്നത്. ഇത്ര ഹെവി മേക്കപ്പ് ആയിരുന്നില്ല. അത്യാവശ്യം ഒരു നോർമൽ, ഒരു എന്താ പറയുക, നോർമൽ അല്ല, കുറച്ച് നാച്ചുറൽ ലുക്ക് പോലെയുള്ള ഇത്തിരി ലൈറ്റ് ബേസ് മേക്കപ്പ് ആയിരുന്നു. ഇതിപ്പോൾ ഈ ലൈറ്റിൻ്റെ ആണ് കുറച്ച് ഓവറായിട്ട് തോന്നുന്നത്. എന്നാലും അത്യാവശ്യം നല്ലപോലെ ഉണ്ട്, അത്യാവശ്യം പുട്ടി ഉണ്ട്. അപ്പോൾ ഈ പുട്ടികളെ നമ്മൾ ക്ലീൻ ആക്കാനാണ് ഇനി അടുത്ത ടാസ്ക്. മേക്കപ്പ് കളയാൻ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ തലയുടെ കാര്യമാണ് ഇത് ഇത്തിരി പാടാണ്. അപ്പം ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകുന്നവർ ഏറ്റവും വലിയ എന്താ പറയുക സ്ട്രെസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നോർമൽ ആവുക എന്നുള്ളതാണ്. എൻ്റെ മോതിരം അങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കുകയാണ് ഗൈസ്. എൻഗേജ്ഡ് ആയങ്ങനെ ഓക്കെ. അപ്പോൾ സമയമില്ല, പിന്നെ വേഗം നോർമൽ എൻ്റെ രൂപത്തിലേക്ക് പോകട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനായിട്ട് ഞാൻ അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് മിസലർ വാട്ടറൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പരിപാടിയൊക്കെ പ്രമാണിച്ച് അറിയായിരുന്നു ഇത്രയും മേക്കപ്പൊക്കെ വരുമ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഐലാഷ് ഉണ്ടായിരുന്നു. ഐലാഷ് ഇങ്ങനെ ഊരാൻ പറ്റില്ല, ഇങ്ങനെ ഊരട്ടെ, വേദന എടുക്കുമല്ലേ, കണ്ട അത് ഊരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മിസലർ വാട്ടർ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ, എണ്ണ വെച്ചിട്ട്. ആക്ച്വലി ഇതിനൊക്കെ വേറെ സാധനങ്ങൾ കിട്ടും, പ്രോഡക്ട്സ് ഒക്കെ, പക്ഷെ നമ്മൾ വളരെ സാധാ രീതിയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കഴുകിയതിന് ശേഷം, കഴുകല്ല, വെളിച്ചെണ്ണ നന്നായിട്ട് ഉപയോഗിച്ച് മേക്കപ്പിനെ എല്ലാം ഇളക്കും. എന്നിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് വെറ്റ് വൈപ്പ് വെച്ചിട്ട്
തുടച്ച് കളയാം. അതിന് ശേഷം നമ്മൾ നല്ലൊരു എന്താ പറയുക ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുക. ഡബിൾ ക്ലെൻസിങ് കൊണ്ട് മാത്രം പോരെ, ഇത്തരം പരിപാടികൾ ഉണ്ടാകുമ്പോൾ ഡബിളും ട്രിപ്പിളും ക്വാഡ്രപ്പിൾ ക്ലെൻസിങ് വരെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കളയാതെ ഞാൻ പണിയിലേക്ക് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നലെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ടയർഡായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ആരോഗ്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്, സൺഡേ ആണ്. സൺഡേ ഇപ്പോൾ വൈകുന്നേരമായി സമയം. സോ ഈ വീഡിയോയുടെ എൻഡ് എന്ന് പറയുന്നത് അടുത്തൊരു വ്ളോഗിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. കാരണം ഞങ്ങളിപ്പോൾ നമ്മൾ വെഡ്ഡിങ് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇതുവരെ ഒന്നും വെഡ്ഡിങ്ങിൻ്റെ അല്ല, എല്ലാം നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ എൻഗേജ്മെൻറ്റ് വ്ളോഗ്. അപ്പോൾ ഇനി അടുത്തത് വെഡ്ഡിങ് വ്ളോഗാണ്. അപ്പോൾ അതിൽ കാണാം.